നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡേഴ്സ് ആണ് പഠിച്ചത് അല്ലേ. ലൈക്ക് റഫ് ഗ്രൈൻഡേഴ്സ് ആൻഡ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് ആക്ച്വലി അല്ലേ. രണ്ട് ടൈപ്പ് ഓഫ് ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൂഡായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് റഫ് ഗ്രൈൻഡേഴ്സ് ആൻഡ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്. അപ്പം റഫ് ഗ്രൈൻഡേഴ്സിൽ നമ്മൾ പല ടൈപ്പിൽ റഫ് ഗ്രൈൻഡേഴ്സ് പഠിച്ചു അല്ലേ. ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡർ, ബെഞ്ച് ഗ്രൈൻഡർ, അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡർ, പോർട്ടബിൾ ഗ്രൈൻഡർ ആൻഡ് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ. നമ്മൾ എന്നിട്ട് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിലോട്ട് ജസ്റ്റ് ഒന്ന് കടന്നു. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് അല്ലേ. ആക്ച്വലി നമ്മൾ അത് പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? സിലിണ്ട്രിക്കൽ ഗ്രൈൻഡേഴ്സ്, ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്, സർഫേസ് ഗ്രൈൻഡേഴ്സ്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ്, സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡേഴ്സ് വെച്ചിട്ടാണ്, റൈറ്റ്? സോ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ, ഒരു ലെയ്ത്തിൻ്റെ മോഡൽ കാണാൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രൈൻഡറാണ്. സോ യൂഷ്വലി വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസ് വിൽ ബി ഹെൽഡ് ഇൻ ഡെഡ് സെൻറ്റേഴ്സ്, ഓക്കെ, ആൻഡ് വിൽ ബി റൊട്ടേറ്റിംഗ്. ഒരു വീൽ ഹെഡ് ഉണ്ടാവും. we will have a wheel head where we will fix the grinding wheel, okay, then we will perform our job, okay. So there are different types of cylindrical grinders available. അതാണ് നമ്മൾ പഠിക്കുന്നത്, ഓക്കെ. അപ്പം ഒരു സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ grinding some cylindrical parts, taper faces, fillets, etc. Okay, mostly ഒരു പ്ലെയിൻ സിലിണ്ട്രിക്കൽ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ആക്ച്വലി എ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ വിൽ ഹാവ് 4 മൂവ്മെന്റ്സ്, ഓക്കെ. ഒരു സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറിന് സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ വിൽ ഹാവ് മൂവ്മെന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് വർക്ക് മസ്റ്റ് റിവോൾവ് അല്ലെ. നമുക്ക് വർക്ക് റിവോൾവ് ചെയ്യണം, വീല് റിവോൾവ് ചെയ്യണം, ടോട്ടൽ വർക്ക് വീലിനെ പാസ് ചെയ്യണം, വീൽ മസ്റ്റ് പാസ് ദ വർക്ക് ആൻഡ് വർക്ക് മസ്റ്റ് പാസ് ദ വീൽ. ദാറ്റ് ഇസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ഒരു സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ ആണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. യു ഹാവ് എ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് സൈഡ്, വീൽ ഹെഡ്, then grinding wheel will be fixed in a wheel head, like work will be fixed between centers. A lower table is there, upper table is there, and a base is there. Yes, this is a cylindrical type. നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീനാണ്. ലൈക്ക് പ്ലെയിൻ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻ. ദിസ് ഇസ് എ പ്ലെയിൻ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻ. ഇതിൻ്റെ ഒരു ബിഗർ പിക്ചറാണ്, ഓക്കെ. എന്താണ് ഒരു പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ? ഓക്കെ, പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ, ലൈക്ക് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ, ഓക്കെ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ലെയ്ത്താണെന്ന് പറയാൻ പറ്റും. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് എടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു ഗ്രൈൻഡിങ് വീല് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുക, റൈറ്റ്? ആലോചിച്ചാൽ മതി. നമ്മൾ ഈ ഒരു വീൽ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൈൻഡിങ് വീല് വെക്കുന്ന സ്ഥലത്ത് ഒരു ടൂൾ പോസ്റ്റും സാഡിലും അല്ലെ, ചെറിയൊരു പരിപാടിയാണെങ്കിൽ നമുക്ക് ലെയ്ത്തായി അല്ലേ, റൈറ്റ്? സോ ഒരു പ്ലെയിൻ സെന്റർ ടൈപ്പ് grinding machine, we can say it as it is essentially a lathe on which a grinding wheel has been substituted for a single point cutting tool, അല്ലേ? സോ ഒരു നോർമലി ഒരു നിങ്ങൾക്ക് താഴത്തെ പിക്ചർ കാണാൻ പറ്റുന്നില്ലേ? താഴത്തെ പിക്ചർ കാണാൻ പറ്റുന്നില്ല? ഓക്കെ. ഒരു നോർമൽ പ്ലെയിൻ സിലിണ്ട്രിക്കൽ ടൈപ്പ് സെന്റർ ടൈപ്പ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീനിൽ നമുക്ക് ഉണ്ടാകുന്നത് ഒരു ബേസ് ഉണ്ടാവും, ഓക്കെ. വി ഡു ഹാവ് എ ബേസ്, then an upper table, lower table, then headstock, tail stock, then a wheel head will be there, in which grinding wheel will be fixed, okay. Base എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ കാസ്റ്റിംഗ് അല്ലേ, ഫ്ലോറിൽ റസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാസ്റ്റിംഗിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് ദ പാർട്സ് മൗണ്ടഡ് ഓൺ ഇറ്റ്, അല്ലേ? യു ഓൾറെഡി നോ ദാറ്റ്.
അപ്പം ഈ ബേസിന്റെ മേലെയാണ് ശരിക്കും ഈ ഹൊറിസോണ്ടൽ വേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള സംഭവങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിസിഷൻ ഹൊറിസോണ്ടൽ വേസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഓൺ ദ ടോപ്പ് ഓഫ് ദിസ് ബേസ് പ്രിസിഷൻ ഹൊറിസോണ്ടൽ വേസ്. ഓക്കെ, സെറ്റ് ഈ ടേബിൾ മേലെ വെക്കുന്ന ടേബിൾ അല്ലേ, അപ്പർ ടേബിൾ ലോവർ ടേബിൾ എന്നൊക്കെ പറഞ്ഞ ടേബിൾ, ഈ ടേബിളിന് വേണ്ടി സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രിസിഷൻ ഹൊറിസോണ്ടൽ വേസ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ടേബിൾ ഡ്രൈവിംഗ് മെക്കാനിസം കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്, ഇതാണ് ഈ ഫിഗറിനെ പറ്റി പറയാനുള്ളത്. നൗ ബേസ് ഈസ് ദ ബേസിനെ പറ്റിയിട്ട്. ഓക്കെ, നൗ ലോവർ ടേബിൾ ആൻഡ് അപ്പർ ടേബിൾ. ടേബിൾസ് രണ്ടെണ്ണം ഉള്ളത്, ശരിക്കും പറഞ്ഞാൽ ടേബിൾസ് എന്നാണ് പറയുക. ടേബിൾസ് രണ്ടെണ്ണം ഉണ്ട്, ലോവർ ടേബിളും ഉണ്ട്, അപ്പർ ടേബിളും ഉണ്ട്. റൈറ്റ്, ദ ലോവർ ടേബിൾ ആക്ച്വലി ബെഡിന്റെ സ്ലൈഡ്സിലാണ് അല്ലെ. ഇതാണ് ബെഡിന്റെ സൈഡ് അല്ലെ, ബെഡിന്റെ മേലെയാണ് സ്ലൈഡ് ചെയ്യുന്നത് അല്ലെ. റൈറ്റ്, കാണാൻ പറ്റുന്നല്ലേ. ദ ലോവർ ടേബിൾ സ്ലൈഡ്സ് ഓൺ വേസ് ഓൺ ദ ബെഡ്സ് എന്നാ പറയുക. ഓക്കെ, ബേസിന്റെ മേലെയുള്ള വേസിലൂടെയാണ് നമുക്ക് ലോവർ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലോവർ ടേബിൾ സ്ലൈഡ്സ് ഓൺ ദ വേസ് ഓൺ ദ ബെഡ്സ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് വർക്ക് സെറ്റ് ചെയ്യുക, വർക്കിന്റെ മൂവ്മെന്റ്, ഒരു നേരത്തെ പറഞ്ഞു അല്ലെ, വർക്ക് മസ്റ്റ് പാസ് ദ ഗ്രൈൻഡിങ് വീൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു മൂവ്മെന്റിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടേബിൾ ആയിരിക്കും. ഓക്കെ, നൗ ദ അപ്പർ ടേബിൾ എന്ന് പറയുന്നത് പിവറ്റഡ് അറ്റ് ദ സെന്റർ. ഓക്കെ, അപ്പർ ടേബിൾ അതായത് ലോവർ ടേബിളിന്റെ മേലെയുള്ളതാണ് അപ്പർ ടേബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് പിവറ്റഡ് അറ്റ് ദ സെന്റർ. ഓക്കെ, അപ്പം സ്ലൈഡിംഗ് ടേബിളിന്റെ, അതായത് ലോവർ ടേബിളിന്റെ സ്ലൈഡിംഗ് ടേബിളിന്റെ മേലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും അപ്പർ ടേബിൾ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബേസ് ഉണ്ട്, ബേസിന് മേലെ വേസസ് ഉണ്ട്. സോ ഇൻ ദാറ്റ് ഫസ്റ്റ് വേസ് വിൽ ഫിക്സ് എ ലോവർ ടേബിൾ അല്ലെ. ലോവർ ടേബിൾ അവിടെയാണുള്ളത്. സോ ലോവർ ടേബിൾ വിൽ ബി മൂവിങ് അല്ലെ, ബേസിന്റെ മേലെയുള്ള വേസിൽ സ്ലൈഡ് ചെയ്യും നമുക്ക് ലോവർ ടേബിൾ. ഓക്കെ, ലോവർ ടേബിളിന്റെ മേലെയാണ് അപ്പർ ടേബിൾ പിവറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൈറ്റ്, സോ വർക്ക് മസ്റ്റ് പാസ് ദ വീൽ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ നമ്മളെ സഹായിക്കുന്നതാണ് ലോവർ ടേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ്, ദെൻ യു ഹാവ് ഈ ഒരു അപ്പർ ടേബിൾ എന്ന് പറയുന്ന സാധനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിവറ്റ് ചെയ്തുകൊണ്ട് അപ്പർ ടേബിളിൽ സ്വെല്ല് ചെയ്യാൻ, നമുക്കൊരു ആംഗിളിലോട്ട് സ്പെല്ല് ചെയ്യാനും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ക്ലാമ്പ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ടാപ്പേഡ് ആയിട്ടുള്ള വർക്ക് പീസസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി, ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയാ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് അപ്പർ ടേബിൾ സ്വെല്ല് ചെയ്യാനും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ക്ലാമ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, റൈറ്റ്, മനസ്സിലാവുന്നല്ലേ? Lower table, upper table. Okay. Now headstock, tailstock. You already know that what is headstock and what is tailstock. Headstock supports the workpiece by using a dead center. Checkലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത് അല്ലെ. Usually drives the work piece അല്ലെ. Then tailstock എന്ന് പറയുന്നത്, tailstock can be adjusted അല്ലെ. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, വേരിയസ് പൊസിഷനിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ലെങ്ത് അല്ലെ, ഡിഫറെന്റ് ലെങ്ത് വർക്ക് പീസസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സെന്റർ എന്നുള്ള രീതിയിൽ അല്ലെ നമ്മൾ ടെയിൽ സ്റ്റോക്കിനെ കാണുന്നത്. സോ ടെയിൽ സ്റ്റോക്ക് ഇസ് ദേർ. ദെൻ യു ഹാവ് എ വീൽ ഹെഡ് വേർ ഗ്രൈൻഡിങ് വീൽ വിൽ ബി ക്യാരിങ് അല്ലെ. ഗ്രൈൻഡിങ് വീൽ ക്യാരി ചെയ്യുന്നത് വീൽ ഹെഡ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീൽ ഹെഡിന് നമുക്കൊരു പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ടു ദ ടേബിൾ വേസ്, ഒരു ടേബിൾ വേസിലൂടെ ഇങ്ങോട്ടേക്ക്, അതായത് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടോട്ടലായിട്ട് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എ പ്ലെയിൻ സെന്റർ ടൈപ്പ് cylindrical grinding machines. Okay, so essentially a lathe on which grinding wheel has been substituted for a single point cutting tool. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിൽ ഇത്രയും പാർട്സ് ആണുള്ളത്, ഇത്രയും പാർട്സും ഇത്രയും യൂസസ് ആണുള്ളത്. ഓക്കെ, നൗ ദ ഓപ്പറേഷൻസ് മേ ബി സ്റ്റോപ്ഡ് ഓട്ടോമാറ്റിക്കലി
when the workpiece has been finished to size. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഓട്ടോമാറ്റിക് കാലിപ്പർ ടൈപ്പ് ഗേജിങ് അറ്റാച്ച്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു വർക്ക് പീസിൻ്റെ മെഷർ എടുത്ത് അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിനെ പറ്റി പറയാനുള്ളത്. Now the second center type is universal cylindrical grinder. Okay, universal cylindrical grinder എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണെന്നല്ലേ. Center of headstock spindle can be used alive. Okay, or it can be held and revolved by a chuck. അല്ലേ? അപ്പം സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഹെൽഡ് ഇൻ ദ സെന്റേഴ്സ്. അപ്പം നമുക്കൊരു ചെക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സെന്റേഴ്സ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി ഹാവിങ് എ ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ ഉണ്ടാവും. സോ വീൽ ഹെഡ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമുക്ക് ഹെഡ് സ്റ്റോക്കിന് സ്വെല്ലിംഗ് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, വി ക്യാൻ സ്വേൽ ഇറ്റ് ഹെഡ് സ്റ്റോക്ക്, വി ക്യാൻ സ്വേൽ എ വീൽ ഹെഡ് ഓൾസോ. സോ പിന്നെ അപ്പർ ടാബിൾ സ്വേലിംഗ് നമുക്ക് ഓൾറെഡി എന്തിലുണ്ട്, പ്ലെയിൻ സെൻറ്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിലുണ്ട് അല്ലേ. പ്ലെയിൻ സെൻറ്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിൽ പിന്നെ ടാബിളിൻ്റെ ട്രാവേഴ്സ് മൂവ്മെന്റും ഓൾറെഡി ഉണ്ട്. സോ യു ക്യാൻ സി സ്വേൽ ഹെഡ് അല്ലെ, സ്വേൽ വീൽ ഹെഡിങ്, വീൽ ഹെഡിന്റെ സ്വെല്ലിംഗ്. ഓക്കെ, ദെൻ സ്വെൽ വീൽ ഹെഡ് ആൻഡ് സ്ലൈഡ് അല്ലെ, വീൽ ഹെഡിന്റെ ടോട്ടൽ സ്ലൈഡിന്റെ ഒരു സ്വെല്ലിംഗ്, ദെൻ സ്വെല്ലിംഗ് ദ ഹെഡ് സ്റ്റോക്ക്, റൊട്ടേഷൻ ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ. ഇത്രയും കാര്യങ്ങളാണ് മൂവ്മെന്റ്സ് വരുന്നത്. സോ വീൽ ഹെഡ് ആൻഡ് ദ ഹെഡ് സ്റ്റോക്ക് ക്യാൻ ബി സ്വെൽഡ് ടു എനി ആംഗിൾ. ഓക്കെ, റൈറ്റ്. ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് മനസ്സിലായില്ലേ? അതായത് നമുക്ക് മൂന്ന് ടോട്ടൽ സാധാരണ ഒരു പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിൽ നിന്നും യൂണിവേഴ്സൽ സെന്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിലോട്ട് വരുമ്പോൾ നമുക്ക് ഓൾറെഡി പ്ലെയിനിലുള്ളത് പോലെ തന്നെ ടാബിൾ ട്രാവേഴ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ടാബിളിന്റെ മൂവ്മെന്റ്, അതായത് ലോവർ ടാബിളിന്റെ മൂവ്മെന്റ്, അതായത് വർക്ക് മസ്റ്റ് പാസ് ദ വീൽ എന്ന് പറയുന്ന നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാവേഴ്സ് മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ് എക്സ്ട്രാ we do have upper table swelling also അല്ലെ. അപ്പർ ടേബിൾ സ്വെല്ലിംഗ് ഓൾസോ നമ്മൾ പ്ലെയിൻ സിലിണ്ടർ ടൈപ്പിൽ പറഞ്ഞു. ഇത് രണ്ടും കൂടാതെ യൂണിവേഴ്സിലോട്ട് വരുമ്പം വി ഹാവ് ടു അതർ മൂവ്മെന്റ്സ്, ഹെഡ് സ്റ്റോക്ക് ഡയറക്ട്ലി അല്ലെ സ്വെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നു, ആൻഡ് വീൽ ഹെഡ്. ആ വീൽ ഹെഡ് നമ്മൾ ഗ്രൈൻഡിങ് വീല് ഹോൾഡ് ചെയ്യുന്ന വീൽ ഹെഡ് വി ക്യാൻ സ്വെൽ ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എ സെന്റർ ടൈപ്പ് യൂണിവേഴ്സൽ ഗ്രൈൻഡർ. Okay, where wheel head and headstock can be swelled to any angle, and auxiliary wheel head for doing internal grinders can be used, and so center of the headstock spindle can be used alive. Okay, so നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ചക്കിലോ സെന്റേഴ്സിലോ വെച്ച് ഹോൾഡ് ചെയ്യുന്നു. വീൽ ഹെഡിന്റെയും ഹെഡ് സ്റ്റോക്കിന്റെയും സ്വെല്ലിംഗ് ആൻഡ് ആ എക്സ്ട്രാ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ലൈക്വൈസ് നമ്മൾ ഒരു ഇന്റേണൽ ഗ്രൈൻഡിങ് പോലും ഓക്സിലറി വീൽ ഹെഡ് വെച്ച് ഇന്റേണൽ ഗ്രൈൻഡിങ് പോലും സെന്റർ ടൈപ്പ് യൂണിവേഴ്സൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ വെച്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സെന്റർ ടൈപ്പ് യൂണിവേഴ്സൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. പ്ലെയിൻ സെന്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ പഠിച്ചു, സെന്റർ ടൈപ്പ് യൂണിവേഴ്സൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ പഠിച്ചു. ഓക്കെ, നൗ സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. സെന്റർ ഇല്ലാത്ത ഗ്രൈൻഡർ, സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. നിങ്ങൾ സെന്റർലെസ് ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ can you imagine centerless grinder? Centerless grinders. ഇപ്പോൾ ഈ സെന്റർലെസ് ഗ്രൈൻഡർ നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ, ഈ പ്രിസിഷൻ ഗ്രൈൻഡറിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പാണ് പഠിച്ചത് അല്ലെ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത് അല്ലെ. സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ, ഇന്റേണൽ ഗ്രൈൻഡർ, സർഫേസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാണ് പഠിച്ചത് അല്ലെ. ഈ സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിലും ഇന്റേണൽ ഗ്രൈൻഡറിലും വി ഹാവ് സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, വി ഹാവ് ദി സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. അപ്പോൾ സെന്റർലെസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം ഒരു ഫിഗർ കാണിച്ചു തരാം. ദിസ് ഇസ് ഹൗ സെന്റർലെസ് ഗ്രൈൻഡർ വിൽ ബി. ഓക്കെ, സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ? റൈറ്റ്. ഓക്കെ, ഒരു
സെൻറ്റർലെസ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ സെൻറ്റർലെസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. സോ ഗ്രൈൻഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവും, റെഗുലേറ്റിംഗ് വീൽ ഉണ്ടാവും. രണ്ട് രീതിയിലുള്ള വീൽ ഉണ്ടാവുക എന്നാ പറയാം. വി ഡു ഹാവ് എ ഗ്രൈൻഡിങ് വീൽ ആൻഡ് വി ഡു ഹാവ് എ റെഗുലേറ്റിംഗ് വീൽ. ഓക്കെ, ഈ രണ്ടിനും സെപ്പറേറ്റ് ഡ്രൈവിംഗ് മോട്ടോഴ്സ് ആയിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വീലും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, വലുതായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ എ എന്ന് പറയുന്നതാണ് ഇവിടെ. ഈ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ദിസ് വൺ എ ഈസ് എ ഗ്രൈൻഡിങ് വീൽ ആൻഡ് സി ഈസ് എ റെഗുലേറ്റിംഗ് വീൽ. ഓക്കെ, A is a grinding wheel and C is a regulating wheel. So you know that grinding wheel is larger. Okay, grinding wheel is larger and regulating wheel is smaller. Like, so regulating wheel എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് അറ്റ് സ്ലോ സ്പീഡാണ്. ഓക്കെ, ഒരു ചെറിയൊരു വർക്ക് ക്രസ്റ്റ്, അതായത് ഈ ഒരു അല്ലെ ഇ എന്ന് പറയുന്ന സാധനം വർക്ക് ക്രസ്റ്റ് ബ്ലേഡ് എന്നാണ് പറയാം. ഓക്കെ, ഒരു ചെറിയൊരു വർക്ക് ക്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സെൻട്രലെസ് ഗ്രൈൻഡേഴ്സിന്. ഓക്കെ, so there will be a small work rest between the wheels എന്നാണ് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ വർക്ക് പീസ്, ഓക്കെ, നമ്മുടെ വർക്ക് പീസ് ഈ ഒരു റെസ്റ്റിൽ നമുക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഗ്രൈൻഡിങ് വീൽ, ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെയും ഒരു റെഗുലേറ്റിംഗ് വീലിൻ്റെയും ഓക്കെ നടുവിലുള്ള ഒരു പെർട്ടിക്കുലർ വർക്ക് റെസ്റ്റിൽ ഇൻ ബിറ്റ്വീൻ അല്ലെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക വർക്ക് പീസ്. സോ തിങ്ക് ദാറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് വീൽ ആൻഡ് റെഗുലേറ്റിംഗ് വീൽ ബോത്ത് ആർ റൊട്ടേറ്റിംഗ്. ബോത്ത് വീൽസ്, അല്ലെ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്ന വീലും റെഗുലേറ്റിംഗ് വീൽ എന്ന് പറയുന്ന വീലും ബോത്ത് വീൽസ് ആർ റൊട്ടേറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഓക്കെ, ഓക്കെ സർ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റേണൽ സെൻട്രലെസ് ഗ്രൈൻഡർ കാണുമ്പോൾ, ഓക്കെ, എക്സ്റ്റേണൽ സെൻട്രലെസ് ഗ്രൈൻഡർ കാണുമ്പോൾ വി ഡു ഹാവ് എ ഗ്രൈൻഡിങ് വീൽ ആൻഡ് എ റെഗുലേറ്റിംഗ് വീൽ. രണ്ട് ടൈപ്പ് ഓഫ് വീലാണ് ഉണ്ടാവുക. ഗ്രൈൻഡിങ് വീലാണ് വലുത്, റെഗുലേറ്റിംഗ് വീൽ ചെറുത്. ഓക്കെ, സോ ഗ്രൈൻഡിങ് വീൽ ഈസ് ലാർജർ ആൻഡ് റെഗുലേറ്റിംഗ് വീൽ ഈസ് സ്മോളർ. സോ റെഗുലേറ്റിംഗ് വീൽ വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ സ്ലോ സ്പീഡ്. ഓക്കെ, രണ്ടിനും സെപ്പറേറ്റ് ഡ്രൈവിംഗ് മോട്ടോഴ്സ് ആണ്. ഓക്കെ, ആൻഡ് work rest will be provided between these two wheels where the workpiece will be placed over it. Okay, so actually എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലേറ്റിംഗ് വീലും ഓക്കെ റെഗുലേറ്റിംഗ് വീൽ ബോത്ത് നമ്മളെ റെഗുലേറ്റിംഗ് വീലും വർക്ക് റെസ്റ്റും ഓക്കെ റെഗുലേറ്റിംഗ് വീൽ എന്ന് പറയുന്നത് ഏതാ പറഞ്ഞത്? റെഗുലേറ്റിംഗ് വീൽ എന്ന് പറഞ്ഞാൽ ചെറുത്. ഓക്കെ, ബോത്ത് റെഗുലേറ്റിംഗ് വീലും ഈ വർക്ക് റെസ്റ്റും കൂടി കൂടി ഒരുമിച്ച് ഗ്രൈൻഡിങ് വീലിൻ്റെ അടുത്തോട്ട് പോകുന്നത് പോലെയാണ് പ്രോസസ്സിൻ്റെ സമയത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് റെഗുലേറ്റിംഗ് വീൽ ആൻഡ് വർക്ക് റെസ്റ്റ് ഓക്കെ വിച്ച് വിൽ വർക്ക് പ്ലേസ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ വർക്ക് അല്ലെ വർക്ക് റെസ്റ്റ്. അപ്പോൾ വർക്ക് റെസ്റ്റോ അല്ലെ വർക്ക് ആൻഡ് റെഗുലേറ്റിംഗ് വീൽ വിൽ ബി മൂവിങ് ടുവേർഡ്സ് ദിസ് ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് വീലിൻ്റെ മേലെ വർക്ക് പീസിൻ്റെ ഒരു പ്രസ് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് റൊട്ടേഷൻ ഉണ്ടാവും. ഓക്കെ, റൊട്ടേഷൻസ് സംഭവിക്കുന്നുണ്ടാവും. വീല് രണ്ടും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫ്രിക്ഷൻ, അതായത് നമ്മൾ മൂവ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു വർക്ക് പീസിന് സെപ്പറേറ്റ് റൊട്ടേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ഫ്രിക്ഷൻ കൊണ്ട് നമ്മുടെ വർക്ക് പീസ് കറങ്ങും, ശരിക്കും പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യും ചെറിയ. ഓക്കെ, സോ നമുക്കൊരു റൊട്ടേഷൻ ഓൾറെഡി നമുക്ക് വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് വർക്ക് പീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. സോ ദിസ് വിൽ ബി പ്രസ്ഡ് അഗൈൻസ്റ്റ് ടു വീൽസ്, അല്ലെങ്കിൽ പ്രസ്ഡ് ബിറ്റ്വീൻ ടു വീൽസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, സോ ആക്ച്വലി പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമുക്കൊരു വർക്ക് റെസ്റ്റ് ഉണ്ടാവും. വർക്ക് റെസ്റ്റിന്റെ രണ്ട് വീല് ഓക്കെ ഗ്രൈൻഡിങ് വീൽ, വൺ ഇസ് ഗ്രൈൻഡിങ് വീൽ ആൻഡ് വൺ ഇസ് റെഗുലേറ്റിംഗ് വീൽ. ഒരു റെസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വർക്ക് റെസ്റ്റ് ഉണ്ടാവും. അതിന് മേലെ നമ്മൾ വർക്ക് പീസ് ജസ്റ്റ് അതിന് മേലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക ഉള്ളിലോട്ട്.
സോ ദീസ് ടു ഗ്രൈൻഡിങ് വീൽസ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലെ. അതിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസ് ഇൻസേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് പ്രാക്ടിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദിസ് grinding regulating wheel and this workers will be pressed towards grinding wheel എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി പിന്നെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൈൻഡിങ് വീല് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രൈൻഡിങ് വീലാണ് ശരിക്കും ഗ്രൈൻഡ് ചെയ്യുന്നത്. ഈ റെഗുലേറ്റിംഗ് വീൽ എന്ന് പറയുന്ന സംഭവം ശരിക്ക് പ്രാക്ടിക്കലി മെറ്റൽ റിമൂവ് ചെയ്യുന്നില്ല എന്നാണ് ശരിക്കും പറയുക. ഓക്കെ, സോ ഈ വർക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഹെൽഡ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓർ ചക്സ് വാട്ട് എവർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് സെന്റർലെസ് ഗ്രൈൻഡേഴ്സ് എന്നതാ പറയുന്നത്. നമ്മൾ സെന്റേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് സെന്റർലെസ് ഗ്രൈൻഡിങ്. ഓക്കെ, നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്ലോട്ടിംഗ് കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് പീസ് പ്ലേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, സെന്റർലെസ് ഗ്രൈൻഡിങ് എന്ന് വിളിക്കുന്നത്. എക്സാക്ട്ലി അതാണ് അതിൻ്റെ ഒരു വേർഡ്. ഓക്കെ, വർക്ക് പീസ് ഇസ് പ്ലേസ്ഡ് ഇൻ എ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ between these two wheels, like grinding wheel and regulating wheel. നമുക്ക് പിന്നെ അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായില്ല, ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് രണ്ടിൻ്റെയും. ഓക്കെ, എ എന്ന് പറയുന്നത് വലുത് അല്ല വലിയത് ഒരു ഗ്രൈൻഡിങ് വീലാണ്. സി ഈസ് ദ സ്മോൾ വൺ വിച്ച് ഈസ് റെഗുലേറ്റിംഗ് വീൽ. ദെൻ ആംഗിൾ ഓഫ് ടിൽറ്റ് ഓഫ് ദിസ് ഗ്രൈൻഡിങ് റെഗുലേറ്റിംഗ് വീൽ. ഓക്കെ, ടിൽറ്റ് ചെറിയൊരു ടിൽറ്റ് ഉണ്ടാവും ഈ റെഗുലേറ്റിംഗ് വീൽ. ഓക്കെ, ടോപ്പ് മോസ്റ്റ്. ഓക്കെ, ടോപ്പ് വ്യൂ എന്നുള്ള രീതിയിൽ കാണിച്ചു. റൈറ്റ്, ഓപ്പ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. റൈറ്റ്, grinding has a grinding wheel and regulating wheel. These both wheels have separate driving motors. Both wheel rotate in same direction. It's a notable point. Okay, ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക എല്ലാവരും. Grinding wheel is larger, അതായത് grinding wheel larger and regulating wheel is smaller and which is rotating in a slow speed. അല്ലെ, സ്ലോ സ്പീഡ് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ലോ സ്പീഡ് കാരണമാണ് ഗ്രൈൻഡിങ് വീലിൽ റെഗുലേറ്റിംഗ് വീലിൽ നമുക്ക് മെറ്റൽ റിമൂവ് ചെയ്യാത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, workpiece is placed over the work rest between the grinding wheel and regulating wheel in a rest. Okay, work rest. Okay, so both regulating wheel and work rest move together towards the grinding wheel, right? Regulating wheel, grinding wheel. For regulating wheel work rest ന്റെ ഒരു പാർട്ടും രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, by friction regulating wheel makes the workpiece to rotate. Regulating wheel will be rotate by friction. So the rotating workpieces is pressed between these two wheels എന്നാണ് പറയുക. Okay, so the grinding wheel grinds the workpiece. Okay, regulating wheel does not remove the metal. Okay, as it rotates slowly എന്ന് എഴുതിയിട്ടില്ല. So and work is not held between the centers. So work is placed in a floating condition between the grinding wheel and regulating. So ഇതാണ് നമ്മുടെ എന്ത് സെന്റർലെസ് ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്റർലെസ് ഗ്രൈൻഡേഴ്സ്. ഇസ് ദാറ്റ് ഓക്കെ? സെന്റർലെസ് ഗ്രൈൻഡേഴ്സ് ഓക്കെ ആണോ? സെന്റർലെസ് ഗ്രൈൻഡേഴ്സ് നമുക്ക് ആദ്യം ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടൈപ്സ് ഓഫ് ഫീഡിങ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെ സെന്റർലെസ് ഗ്രൈൻഡേഴ്സിൽ ഈ വർക്ക് പീസസ് എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് സെന്റേഴ്സ് അല്ലാത്തതുകൊണ്ട് വർക്ക് പീസ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് പറയണം. ഓക്കെ, there are 3 types of feeds. So actually before that we will look into advantages of centerless grinding. Okay, advantages of centerless. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ഒരു ത്രൂ ഔട്ട് ദ പ്രോസസ് നമ്മളെ വർക്ക് പീസ് എന്ന് പറയുന്ന സംഭവം സപ്പോർട്ട് ചെയ്യുന്ന എന്തിലാണ്? വർക്ക് റെസ്റ്റിലാണ് അല്ലെ, റൈറ്റ്? നമ്മളൊരു ത്രൂ ഔട്ട് ലെങ്ത്, അതായത് ട്രിപ്പ് എത്ര ലെങ്ത് ആയാലും നമ്മൾ ത്രൂ ഔട്ട് ദ പ്രോസസ് അല്ലെ, ഈ എൻ്റയർ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് എന്ന് പറയുന്നത് വിൽ ബി സപ്പോർട്ടഡ് അല്ലെ. വർക്ക് പീസ് ഈസ് സപ്പോർട്ടഡ് ബൈ ദിസ് വർക്ക് റെസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. സോ
ഫോർ ദാറ്റ് റീസൺ സ്മോൾ ഡയമീറ്റർ വർക്ക് പീസ് അല്ലെ, വളരെ ചെറിയ ഡയമീറ്റർ വിത്ത് ലോങ് ലെൻസ് ക്യാൻ ബി ഗ്രൈൻഡ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഓക്കെ, ക്യാൻ ബി ഗ്രൗണ്ട് വിത്തൗട്ട് എനി റിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ചെറിയ ഡയമീറ്ററിലുള്ള വലിയ ലെങ്ത് ഉള്ള വർക്ക് പീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ important advantages of centerless grinding. Okay, the next one is that size of the workpiece can be controlled easily by regulating wheel. Okay, regulating wheel അതായത് നമ്മൾ regulating wheel വിത്ത് വർക്ക് പീസ് ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് അല്ലെ, അഗൈൻസ്റ്റ് ദ വർക്ക് പീസ്, അഗൈൻസ്റ്റ് ദ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ നമ്മൾ പ്രസ് ചെയ്യണം അല്ലെ, ടുവേർഡ്സ് ദ ഗ്രൈൻഡിങ് വീൽ നമ്മൾ പ്രസ് ചെയ്യണം. സോ ദ സൈസ് ഓഫ് ദ വർക്ക് പീസ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി by just adjusting this grinding wheel. Okay, this is process is continuous and suitable for mass production. Okay, കുറെ ചെറിയൊരു സംഭവമായാലും അത് കുറെ അല്ലെ, മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, മാസ് പ്രൊഡക്ഷൻ മാസ്സായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റൈറ്റ്. ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലുള്ള ഒരു സാധനം നമ്മൾ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദിസ് പ്രോസസ് സ്റ്റിൽ, since this process is continuous, this is suitable for mass production. Okay, work holding devices, checks, mandrels, centers, ഇതൊന്നും ആവശ്യമില്ല. Okay, it's not needed and less skilled worker is sufficient. ഇതിൽ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. സെൻട്രലെസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർലി പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ ദിസ് വർക്ക് റെസ്റ്റ് അല്ലെ, വർക്ക് റെസ്റ്റ് ആണ് നമുക്ക് ടോട്ടലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വർക്ക് പീസിനെ ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോസസ് അല്ലെ, എൻറ്റയർ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് എന്ന് പറയുന്നത് വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ വർക്ക് റെസ്റ്റ്. സോ സ്മോൾ ഡയമീറ്റർ വർക്ക് പീസ് വിത്ത് ലോങ് ലെങ്ത് ക്യാൻ ബി ഗ്രൈൻഡ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ആൻഡ് ദ സൈസ് ഓഫ് ദ വർക്ക് പീസ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി. Okay, so usable for mass production. Work holding devices in ആവശ്യമില്ല, less skilled worker മതി. Okay, okay, okay sir. So നമുക്കൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ഡയാമീറ്റേഴ്സ് ഒക്കെ വരുന്നില്ലേ, അത് വളരെ സിമ്പിളായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല. സെൻട്രലെസ് ഗ്രൈൻഡിങ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ഡയമീറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്, റൈറ്റ്, സ്റ്റെപ്സ് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വർക്ക് പീസസ് പൊതുവെ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൽ വിച്ച് കനോട്ട് ബി ഡൺ ഈസിലി, റൈറ്റ്. ഓക്കെ, അതാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, okay sir. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നിർത്താം. സെൻട്രലെസ് ഗ്രൈൻഡേഴ്സിൻ്റെ 3 ടൈപ്സ് ഓഫ് ഫീഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നമ്മളെങ്ങനെ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൽ ദിസ് വർക്ക് പീസ് അല്ലെ എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ത്രൂ ഫീഡ്. ഓക്കെ, ത്രൂ ഫീഡ്. ആക്ച്വലി ഇൻ ത്രൂ ഫീഡ്, ഓക്കെ, ത്രൂ ഫീഡ് ഗ്രൈൻഡിങ് 3 ടൈപ്പ് ഓഫ് സെൻട്രലെസ് ഗ്രൈൻഡിങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സെൻട്രലെസ് ഗ്രൈൻഡേഴ്സ് ഉപയോഗിച്ച് 3 തരത്തിൽ നമുക്ക് ഫീഡ് ചെയ്തുകൊണ്ട് 3 തരത്തിൽ ഗ്രൈൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത് ശരിക്കും. സോ ഇൻ ത്രൂ ഫീഡ് ഗ്രൈൻഡിങ്, ഓക്കെ, റെഗുലേറ്റിംഗ് വീൽ ഈസ് tilted at a small angle. റെഗുലേറ്റിംഗ് വീല് ഒരു സ്മോൾ ആംഗിളിൽ ടിൽറ്റ് ചെയ്യും. ഓക്കെ, സോ അതെന്താണ് സംഭവിക്കുന്നത്, വർക്ക് നമുക്കൊരു അല്ലെ വർക്ക് പീസ് ഉണ്ടാവും അല്ലെ, വർക്ക് നമുക്കൊരു രണ്ടിൻ്റെയും സൈഡിൽ 2 ഫീഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവും, റെഗുലേറ്റിംഗ് വീൽ ഉണ്ടാവും. സോ ഒരു ചെറിയ റെഗുലേറ്റിംഗ് വീല് ചെറിയൊരു ആംഗിളിൽ ടിൽറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഇസ് ടിൽറ്റിംഗ് സോ ദാറ്റ് ദ വർക്ക് മൂവ്സ് ആക്സിയലി ത്രൂ ദ സ്പേസ്, റൈറ്റ്. നമുക്കൊരു ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസിനെ നമുക്ക് ആക്സിയലി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൈഡ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ വീൽ.
രണ്ട് എൻഡ്സിൻ്റെയും സ്ഥലത്ത് നമുക്കൊരു ഗൈഡ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഗൈഡ്സ് ആണ് ശരിക്ക് വർക്ക് പീസിന്റെ മൂവ്മെന്റ് ജസ്റ്റ് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ ഗൈഡ്സ് ഗൈഡ് ദ മൂവ്മെന്റ് ഓഫ് ദ വർക്ക് പീസ്. ഓക്കെ, ലോങ് ബാർസ്, ഷാഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ത്രൂ ഫീഡ് എന്നാണ് പറയുക. ത്രൂ ഫീഡ് എന്ന് പറയുമ്പോൾ ക്യാൻ സീ ലൈക്ക് നമുക്കൊരു ഇതൊരു ഈ ഒരു പിക്ചർ കാണുന്നില്ലേ, ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവും, റെഗുലേറ്റിംഗ് വീൽ ഉണ്ടാവും. ഈ റെഗുലേറ്റിംഗ് വീലും ഗ്രൈൻഡിങ് വീലും ഇങ്ങനെ സെയിം ഇതിൽ വെക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളൊരു റെഗുലേറ്റിംഗ് വീൽ ചെറിയൊരു ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് പീസ് അല്ലെ, ഈ ഒരു വർക്ക് പീസ് നമുക്ക് അതിൻ്റെ ആ ഒരു സ്പേസിലൂടെ നമുക്ക് ത്രൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ത്രൂ ഫീഡ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, സോ ദിസ് ഈ വർക്ക് പീസ് മൂവ് ആക്സിയലി ത്രൂ ദ സ്പേസ് ബിറ്റ്വീൻ ദീസ് ടു വീൽസ് എന്നാണ് പറയാൻ ശരിക്കും. ഓക്കെ, ഐഡിയ മനസ്സിലാവുന്നില്ലേ? റെഗുലേറ്റിംഗ് വീല് ചെറുങ്ങനെ ഒരു ആംഗിളിൽ ടെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൂവ്സ് ആക്സിയലി ത്രൂ എ സ്പേസ് ബിറ്റ്വീൻ ദീസ് ടു വീൽസ്. ഓക്കെ, ചെറിയൊരു ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന. ഓക്കെ, ചെറിയൊരു ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ദിസ് എൻറ്റയർ പ്രോസസ്സിൽ നമുക്ക് വർക്ക് പീസിന് ആ ഒരു പർട്ടിക്കുലർ വേസിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ആക്ച്വലി യൂസസ് ഫോർ ലോങ് ബാർസ് ആൻഡ് ഷാഫ്റ്റ്സ്. ഓക്കെ, നമുക്ക് സാധാരണ ഒരു സ്റ്റെപ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെ, സിലിണ്ടറിക്കൽ പാർട്സ്, സ്റ്റെപ്സ് ഒന്നും ഇല്ലാത്ത സിലിണ്ടറിക്കൽ പാർട്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യാനാണ് നമ്മൾ ത്രൂ ഫീഡ് ഉപയോഗിക്കുന്നത്. നൗ ലെറ്റ്സ് ഗോ ടു ഇൻ ഫീഡ്. ഓക്കെ, ഇൻ ഫീഡ്. സോ ഇൻ ഫീഡിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ വർക്ക് അല്ലെ, വർക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ദ വർക്ക് ക്രസ്റ്റ് അഗൈൻസ്റ്റ് ആൻ എൻഡ് സ്റ്റോപ്പ്. ഓക്കെ, ഒരു എൻഡ് സ്റ്റോപ്പ് ഉണ്ടാവും. അതായത് വർക്ക് പീസിന്റെ, അതായത് നമ്മൾ ഒരു സൈഡിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. ഓക്കെ, ആ സൈഡിൽ ഒരു സ്റ്റോപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് പീസ് നമ്മൾ വർക്ക് റെസ്റ്റിന്റെ മേലെയോ അയൺ സ്റ്റോപ്പിൽ തട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു എൻഡ് സ്റ്റോപ്പ് എന്താ ചെയ്യുന്നത്? നമ്മൾ ആക്സിയൽ മൂവ്മെന്റ് അല്ലെ, വർക്ക് പീസിന്റെ ആക്സിയൽ മൂവ്മെന്റ് ശരിക്കും സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, പ്രിവെൻസ്. ഓക്കെ, ആക്സിയൽ മൂവ്മെന്റ്, ദിസ് പ്രിവെൻസ് ദ ആക്സിയൽ മൂവ്മെന്റ് ഓഫ് ദ വർക്ക് പീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുക. ഓക്കെ, അത് രണ്ടും കൂടി ഒരുമിച്ച്. വർക്ക് പീസ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ വർക്ക് റെസ്റ്റ് അഗൈൻസ്റ്റ് ആൻ എൻഡ് സ്റ്റോപ്പ്. സോ നിങ്ങൾ വിചാരിക്കുക, ഈ രണ്ട് ഗ്രൈൻഡിങ് വീലിന്റെ നടുവിൽ ഒരു വർക്ക് റെസ്റ്റ് ഉണ്ട് അല്ലെ, ചെറിയൊരു വർക്ക് റെസ്റ്റ് ഉണ്ട്. ആ വർക്ക് റെസ്റ്റിന്റെ മേലെ നമുക്ക് വർക്ക് പീസ് വെച്ച് റൈറ്റ് നമുക്ക് ഈ ഒരു വർക്ക് റെസ്റ്റിന്റെ മേലെ വെക്കുന്ന വർക്ക് പീസിന്റെ ആക്സിയൽ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു എൻഡ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, സോ ദ റെഗുലേറ്റിംഗ് വീൽ അല്ലെ, റെഗുലേറ്റിംഗ് വീലും വർക്ക് റെസ്റ്റിന്റെ മേലെ വെച്ച വർക്കും രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മൂവ് ചെയ്യുക ഒരു ബൈ ഹാൻഡ് അല്ലെ, ബൈ ഹാൻഡ്. അതിനാണ് നമ്മൾ ഇൻ ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഇൻ ഫീഡ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഫോംഡ് സർഫേസസ് ഇല്ലേ, ഫോംഡ് ഗ്രൈൻഡിങ് ഷോൾഡേഴ്സ്, ഫോംഡ് സർഫേസ് മോസ്റ്റ്ലി ഷോൾഡേഴ്സിന്റെ അല്ല, ഫോംഡ് സർഫേസസ് മോസ്റ്റ്ലി ഇൻ ഫീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ നിന്ന് രണ്ടാമത് പറഞ്ഞ മെത്തേഡ് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്ക് റെസ്റ്റിൽ നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു വർക്ക് റെസ്റ്റിന്റെ മേലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വർക്ക് സെറ്റ് ചെയ്യും. then we will move this workpiece or the work rest with the workpiece അല്ലെ, and the regulating wheel towards the grinding wheel by a press. ഓക്കെ, ഒരു ഹാൻഡ് ഫീഡിങ് എന്നുള്ള രീതിയിലാണ്. അതിനെയാണ് നമ്മൾ ഇൻ ഫീഡ് എന്ന് പറയുന്നത്. സോ ത്രൂ ഫീഡ് ആൻഡ് ഇൻ ഫീഡ്, റൈറ്റ്. then the next one is end feed. ഓക്കെ, ത്രൂ ഫീഡ്, ഇൻ ഫീഡ് ആൻഡ് എൻഡ് ഫീഡ്. നമുക്ക് ടാപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, this method is used to produce tapered surfaces. Okay. Okay. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ടാപ്പർ ആണോ വേണ്ടത്,
ആ ടാപ്പർ അല്ലെ റിക്വയർഡ് ടാപ്പർ ഉണ്ടാവില്ലേ, ഈ ടാപ്പറിൽ റെഗുലേറ്റിംഗ് വീലോ ഗ്രൈൻഡിങ് വീലോ മാറ്റും. സോ ദ ഗ്രൈൻഡിങ് വീൽ ഓർ റെഗുലേറ്റിംഗ് വീൽ ഇസ് ഫോംഡ് ടു ദ റിക്വയർഡ് ടാപ്പർ. നമുക്ക് മോസ്റ്റ്ലി റെഗുലേറ്റിംഗ് വീൽ അല്ലെ ഗ്രൈൻഡിങ് വീൽ നമുക്ക് ഏതാണോ എത്ര ടാപ്പറാണോ വേണ്ടത് അത് നമ്മൾ ഈ റെഗുലേറ്റിംഗ് വീലിലോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീലിലോ ആയിട്ട് ഫോം ചെയ്ത് വയ്ക്കും. Then the workpiece is fed axially between the wheels till it reaches the end stop. അതാണ് ശരിക്കും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എൻഡ് ഫീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡ് സ്റ്റോപ്പ് എത്തുന്നത് വരെ നമ്മൾ ആക്സിയലി ഗ്രൈൻഡ് ചെയ്യും. സോ വർക്ക് ഈസ് ഫെഡ് ടിൽ ഇറ്റ് റീച്ചസ് ദ എൻഡ് സ്റ്റോപ്പ്. ഇതിനാണ് നമ്മൾ എൻഡ് ഫീഡ് എന്ന് പറയുന്നത്. സോ ഇൻ സെൻറ്റർലെസ് ഗ്രൈൻഡിങ്, ഓക്കെ, ഇൻ സെൻറ്റർലെസ് ഗ്രൈൻഡിങ് വെദർ ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സെൻറ്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നതിൽ 3 ടൈപ്പ് ഓഫ് ഫീഡിങ് ഉണ്ട്: ത്രൂ ഫീഡ്, ഇൻ ഫീഡ് ആൻഡ് എൻഡ് ഫീഡ്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ആൻഡ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, ഇന്റേണൽ ഗ്രൈൻഡേഴ്സിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഓക്കെ സാർ. ഞാൻ ഈ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിനെ പറ്റി പറഞ്ഞത് ഓക്കെ അല്ലേ? റൈറ്റ്? യെസ് സാർ. ഓക്കെ.